സ്റ്റാർട്ടിംഗ് ബോട്ടം ടോക്സ് ഗൈസ്. ഇന്നത്തെ ടോക്ക് മലപ്പുറം ജില്ലയിലെ കാരിക്കാവ് നമ്മുടെ 2.5 വയസ്സുകാരി ഫാത്തിമ നസീമിൻ്റെ ഒരു മരണം എല്ലാവരും ഞെട്ടിച്ചൊരു സംഭവമാണ്. മനസ്സിനെ ആകെ വിഷമിപ്പിച്ചൊരു സംഭവമാണ്. എനിക്കത് ആ ന്യൂസ് ഞാൻ ഇന്നലെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്താ പറയുക, സ്വന്തം വാപ്പയാണ് അതിക്രൂരമായി മർദ്ദിച്ച് ആ 2.5 വയസ്സുകാരി ഫാത്തിമയെ കൊന്നിട്ടുള്ളത്. അതാണ് ഇന്നത്തെ നമ്മുടെ ടോക്ക്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫാത്തിമ നസീമിൻ്റെ ഞാൻ ഭയങ്കര ഇമോഷണലായി. എനിക്ക് വാക്കുകളൊന്നും പറയാൻ കിട്ടുന്നില്ല, അതാണ് സത്യം. കാരണം എനിക്ക് ഒരു 3 വയസ്സുള്ള മോനുള്ളത് കൊണ്ട് തന്നെ എനിക്കിതൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഈ മരിച്ച കുട്ടിയുടെ ഉമ്മയും വാപ്പയും അവർ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയ്ക്കും കുട്ടികൾക്കും ഈ ഭർത്താവ് ചെലവിന് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുമായി സംബന്ധിച്ച് അവർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ഈ ഭാര്യ കൊടുക്കുകയും ന്യായമായ കാര്യമാണ്. കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ ഭാര്യേനെ നോക്കേണ്ടതും അവർക്കുള്ള കുട്ടികളെ നോക്കേണ്ടതും എല്ലാം ഈ കല്യാണം കഴിക്കുന്ന ആളുടെ ചുമതലയാണ്. അവരെന്നെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഇവരെ നോക്കേണ്ടത്. അവർക്ക് അന്നം കൊടുക്കേണ്ടതാണെങ്കിലും കെടുക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടതാണെങ്കിലും മറ്റെന്താവശ്യങ്ങളും നടത്തി കൊടുക്കേണ്ടത്. അതിന് കൽപ്പമില്ലാത്തവർ ഈ കല്യാണത്തിന് ഇറങ്ങി തിരിക്കാൻ പാടില്ല. അപ്പോൾ അത് ഈ ഭർത്താവ് ചെയ്യാത്തത് കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ ഭാര്യ കംപ്ലൈൻറ്റ് കൊടുത്തു. അപ്പോൾ ഈ കംപ്ലൈൻറ്റ് കൊടുത്തതിൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി ഈ ഭാര്യയെയും കുഞ്ഞിനെയും ഭയങ്കരമായിട്ട് ഈ മുഹമ്മദ് വാസിം എന്ന് പറയുന്ന ഈ മരിച്ച കുഞ്ഞിൻ്റെ ഉപ്പ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നിരുന്നു. ഉപദ്രവം സഹിക്കാൻ വയ്യാതായപ്പോൾ ചെലവിന് കൊടുക്കുന്നില്ല, ഉപദ്രവം സഹിക്കാൻ വയ്യ. ഭാര്യനും കുട്ടീനെ അത് ഒരുപാട് ഉപദ്രവിക്കും. 2.5 വയസ്സുള്ള കുഞ്ഞിനുണ്ടാവും. ഈ ഉപദ്രവം കുറേ നാളായി ഇവർ ഇരിക്കുന്നു. അപ്പോൾ സഹിക്കാൻ വയ്യാണ്ട് അപ്പോൾ സ്വന്തം വീട്ടിലേക്ക് ഇവർ പോയി. അത് കഴിഞ്ഞ് അവിടെയും ചെന്ന് ഈ പറയുന്ന അവിടെ പോയിട്ടും അവരെ വെറുതെ വിട്ടില്ല. ഈ പറയുന്ന ഭർത്താവ് അവിടെ പോയി ഈ ഭാര്യയെയും കുഞ്ഞിനെയും വീണ്ടും ഈ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയും എല്ലാം വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് വരെ ചെയ്ത് ഭയങ്കര ക്രൂരമർദ്ദനവും കാര്യങ്ങളൊക്കെ പിന്നെയും ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെയും പോലീസുകാർ വന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒത്തുതീർപ്പായി. പിന്നെയും ഇയാളുടെ കൂടെ രണ്ടാമത് പിന്നെയും പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. ഒരു പക്ഷേ രണ്ടാമതൊന്ന് പോയില്ലായിരുന്നെങ്കിൽ ഇന്ന് ആ കുഞ്ഞു മോള് ഇവിടെ ജീവനോടെ ഉണ്ടായേനെ. ചിലപ്പോൾ കുറച്ചും കൂടി കഷ്ടപ്പാടിലൊക്കെ ഉമ്മയ്ക്കൊക്കെ ആ കുട്ടി ജീവിക്കേണ്ടി വന്നിരുന്നെങ്കിലും ജീവനോടെ ഉണ്ടായേനെ. ആ രണ്ടാമത് ഇങ്ങനെ ഉപദ്രവിക്കുന്നവരുടെ അടുത്ത് പിന്നെ പോകാൻ പാടില്ല. ആരും അങ്ങനെ തിരിച്ചു വിടാൻ പാടില്ല. കാരണം ജീവൻ ഉണ്ടെങ്കിലാണ് ജീവിതം ഉണ്ടാവും. ജീവിതത്തെക്കാളും വലുതാണ് ജീവൻ. അപ്പോൾ അന്ന് രണ്ടാമത് തിരിച്ചു വിട്ടു. ഓക്കെ, അവർ പിന്നെയും ഒക്കെ ശരിയാവുന്നുള്ള ഒരുപാട് ആഗ്രഹം കൊണ്ടായിരിക്കാം, ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അവർ പിന്നെയും വന്നു. പക്ഷെ ഇയാൾക്ക് ഒരു മാറ്റവും ഇല്ല. ഇയാൾ പിന്നെയും അടിയും ഇടിയും ഉപദ്രവവും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. അങ്ങനെ വീണ്ടും ഇവർ ഒന്നിച്ചു ചേർന്ന് അവിടെ വന്നിട്ടും വീണ്ടും ഭർത്താവിൻ്റെ വീട്ടിൽ വന്നിട്ട് പിന്നെയും ഈ ഭാര്യനെയും കുട്ടീനെയും ഉപദ്രവിക്കൽ തന്നെയാണ് ഇയാളുടെ മെയിൻ സംഭവമായിരുന്നു. ഒരു മാറ്റം ഇയാൾക്കില്ല, ചെലവിനും കൊടുക്കുന്നില്ല. ഈ കുട്ടീനും ഭാര്യനും ഉപദ്രവിക്കില്ല തന്നെ. ഈ കുഞ്ഞ് മരിക്കുന്ന ദിവസം എന്താ പറയുക, ഈ കുട്ടീനെ കൊന്നത് എങ്ങനെയാണെങ്കിൽ ഈ 2.5 വയസ്സുള്ള ഈ ഫാത്തിമ നസീമിനെ കട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് അവിടെ നിന്ന് എടുത്ത് അലമാരിയിലേക്ക് വലിച്ചെറിഞ്ഞ് ശ്വാസം മുട്ടിച്ചാണ് ഈ 2.5 വയസ്സുള്ള കുഞ്ഞിനെ സ്വന്തം വാപ്പ എന്ന് പറയുന്ന ആ എന്താണ് അയാളെ വിളിക്കേണ്ടത്, വാപ്പാന്നൊന്നും അയാളൊന്നും വിളിക്കാൻ പോലും പറ്റില്ല. എന്തിനാണ് ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാക്കണത് നോക്കാൻ പറ്റിയില്ലെങ്കിൽ കൊല്ലുകയായിരുന്നു. എന്നിട്ട് ഇയാൾ അവിടെയുള്ള എല്ലാവരുടെ അടുത്തും പറഞ്ഞിരുന്നത് കുഞ്ഞിൻ്റെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി എന്ന് പറഞ്ഞാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കുഞ്ഞ് മരിച്ചു. അവിടെയുള്ളവരുടെ അടുത്ത് അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ ഇതുപോലെ വലിച്ചെറിഞ്ഞ് കട്ടിലേക്ക് എറിഞ്ഞ് അവിടെ നിന്ന് അൽമാരിയിലേക്ക് വലിച്ചെറിഞ്ഞ് അവിടെ നിന്ന് ശ്വാസം കഴുത്തിലിങ്ങനെ കുത്തിപ്പിടിച്ചും ഇത് പിടിച്ച് ശ്വാസം മുട്ടിച്ചാണ്. 2.5 വയസ്സുള്ളൊരു കുഞ്ഞാണ് കേട്ടോ. ഈ കുട്ടീനെ ഇതൊക്കെ ചെയ്യുമ്പോൾ കുട്ടി എത്രത്തോളം കരഞ്ഞുണ്ടാവും എന്നാണ് ആലോചിക്കുന്നത്. ഈ ഉപ്പയുടെ മുഖത്ത് നോക്കി എത്രത്തോളം കരഞ്ഞുണ്ടാവും എന്നാണ് ആലോചിക്കുന്നത്. ഇതിനൊക്കെ തടയാൻ വന്ന ഉമ്മേനെയും ഈ കുട്ടിയുടെ അമ്മേനെയൊക്കെ ഭയങ്കരമായിട്ട് ഇയാൾ ഉപദ്രവിക്കുകയായിരുന്നു എന്നാണ് പറയണത്. അപ്പോൾ ഇനി ഈ കുട്ടിയുടെ ഉമ്മയും മറ്റേ അമ്മാമ്മയൊക്കെ പറയണ അത് നമുക്ക് കേൾക്കാം. അവരത് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇത് ഇപ്പോൾ ഞാനിത് വീഡിയോയിൽ പറയുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഭയങ്കര വിഷമം. കാരണം മറ്റു ടോക്ക് പോലെ അല്ലല്ലോ ഇത്. അപ്പോൾ നമുക്ക് അവരുടെ ഓഡിയോയിലേക്ക് നമുക്ക് പോവാം. കൊന്നതാണ്, ഞാൻ കണ്ടു നിൽക്കാണ്. എന്തൊക്കെയാണ് ഇപ്പൊ കുട്ടിയുടെ മാതാവാണല്ലോ താങ്കൾ അല്ലെ? നിങ്ങളുണ്ടായിരുന്നു കൂടെ ഞാൻ അവിടെ കുട്ടീനെ കൊന്നിക്കണേ, ഞാൻ കണ്ടും ചെയ്തിക്കണേ. എന്താണ് കുട്ടീനെ എന്താണ് അവർ ചെയ്തത്? എന്താണ് കൊല്ലി പിടിച്ച് നിൽക്കിയതാണ്.
ഇത് സ്ഥിരം മർദ്ദിക്കാറുണ്ടായിരുന്നു കുട്ടീനെ? ആ സ്ഥിരമായിട്ടുണ്ട്. അല്ലേ? അതായത് ഇന്നലെ എപ്പോഴാണ് ഇങ്ങനെ മർദ്ദിച്ചപ്പോഴായിരുന്നു? ഉച്ചക്ക് 2 മണി 1:30 കഴിക്കണം. എന്തായിരുന്നു കുട്ടീനെ ചെയ്തത്? എന്താണ്? വായ പൊത്തിയാണ്ട് ശ്വാസം ഇതാക്കിയതാ, കൊല്ലി പിടിച്ച്. പിന്നെന്തെങ്കിലും ചെയ്തു? കട്ടിൽ കെട്ടുകാണ്ട് എറിഞ്ഞു. കട്ടിലുമേക്ക് എറിഞ്ഞു? വേറെ എന്തെങ്കിലും ചെയ്തോ? അൽമാറമുക്ക് എറിഞ്ഞു. കുട്ടീനെ ഓന് ഉപദ്രവിച്ചിക്കാണ്, കൊല്ലിക്ക് കുടിച്ചിക്കണ്, അതേപോലെ അലമാരം മട്ട് തച്ചിക്കണ്, കടക്കിക്ക് എറിഞ്ഞിക്കണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിക്കണ് വേണ്ട കുട്ടീനെ അടിച്ചണ്ട, കട്ടരുതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഓനത് മെയിൻറ്റ് വെക്കാതെ കുട്ടീനെ ഉപദ്രവിച്ചുകൊണ്ട് പിന്നെ കണ്ടിക്കണ് കുട്ടീനെ മൂക്കുന്ന എന്തൊക്കെ വരുന്നു. അതിൽ വൈക്കത്തുന്നതിന് മുമ്പേ കുട്ടി മരിച്ചിട്ടുണ്ട്. അമ്മായിമൊക്കെ ഉണ്ട്, അമ്മായിമി നാത്തൂനും എന്താ മാപ്പിളയും ഉണ്ടായിരുന്നു. ഇല്ല, ഓല് നോക്കി നിൽക്കുകയാണ്. പിന്നെ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞത് കുട്ടിക്ക് തരിപ്പ് പോയിട്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കുട്ടിന്റെ ശരീരം ആകെ മുറിവും കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത്. കഴുത്തിൽ ആയത്തിൽ ഒരു ചെറിയ മുറിവുണ്ട്, പിടിച്ച പാടുണ്ട്, മുഖത്തുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ ഇവള് പറഞ്ഞു കുട്ടീനെ നല്ലോണം ഉപദ്രവിച്ചു, ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. പിന്നെ ഓള് ഇങ്ങനെ തടഞ്ഞപ്പോ ഓളെ തടഞ്ഞു വെച്ച് അകത്തിട്ടുകാണ്ട് പൂട്ടി. ഒരു പാവം പിടിച്ച ഫാമിലിയാണെന്ന് കണ്ടറിയാം. കുട്ടിയുടെ ഉമ്മയാണ് ആ പറയണത്. ഈ കുട്ടിയുടെ ഉമ്മ വന്ന് തടഞ്ഞ് കുഞ്ഞിനൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോഴും ഇയാൾ കയറി ഈ കൊച്ചിനെ ഇമ്മാതിരി 2.5 വയസ്സൊക്കെ പറഞ്ഞാൽ എത്രയുണ്ട് അല്ലേ? അപ്പം ഇത് ചെയ്യുമ്പോഴൊക്കെ ഈ ചെക്കൻ്റെ ഉമ്മ, ഈ പെങ്ങളുടെ ഭർത്താവ് എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പേരുണ്ടായിട്ട് ഈ ഒരാളെ പിടിച്ചു മാറ്റം ഇത്രയും പേര് പോരെ. ഈ പറയുന്ന സ്ത്രീ ഇതിൻ്റെ ഇടയിൽ കയറി വരുമ്പോൾ ഇതിനെ തല്ലി ഓടിച്ചിട്ടാണ് മാറ്റണത്. ഈ സ്ത്രീക്ക് എത്രത്തോളം തടയാൻ പറ്റുന്നു? ബാക്കി എല്ലാവരും നോക്കുകുത്തികളായി നോക്കി നിൽക്കുകയാണ്. അവർക്ക് ഇതെങ്ങനെയെങ്കിലും ഈ കുട്ടി ഇല്ലാണ്ടാവാനായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അല്ല അവരാരെങ്കിലും 2 കയ്യിലൊന്നും പിടിച്ചാൽ പോലെ ആ കുഞ്ഞിന് ജീവൻ രക്ഷിക്കുന്നില്ല. അല്ലെങ്കിൽ എന്താ ഇത്രയും പേര്, ഈ 3 പേരുണ്ടായി, ഈ ഉമ്മയ്ക്കും പെങ്ങൾക്കും അളിയനൊന്നും പിടിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് ജീവിക്കില്ലായിരുന്നു. ആ കുഞ്ഞിപ്പം മരിച്ചില്ലേ? ഇത്രയും ശ്വാസം മുട്ടിച്ച് ഒരു 2.5 വയസ്സുള്ളൊരു കുഞ്ഞല്ലേ അവര്. അപ്പോൾ എന്താ നമ്മൾ പറയേണ്ടത്? ഇതിനൊക്കെ എന്താണ് ഒരു അവരുടെ ചോരയാണ് ആ ചത്തുപോയത് മുന്നിൽ നിന്ന് കൊന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ മകൻ. അതായത് മറ്റേ മകൻ കൊല്ലണത് സ്വന്തം കുഞ്ഞിനെയാണ്, സ്വന്തം ചോരനാണെന്നുള്ളതൊന്നുമില്ല. കൊന്നിട്ട് അതങ്ങോട്ട് തീരട്ടെ, അതോടുകൂടി ഇവർ തമ്മിലുള്ളത് ഇല്ലാണ്ടാവുമല്ലോ എന്നുള്ള രീതിയായിരിക്കും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ഒന്നും ചെയ്യാതെ അവരത് കണ്ടുകൊണ്ട് അവർ അവിടെ നോക്കി നിൽക്കുകയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ എന്താല്ലേ? ഇവർക്കൊക്കെ മനസാക്ഷി ഉണ്ടോ? ഇവർക്കും കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ? ഈ കൊടയും കുറിച്ചൊക്കെ നാളെ അവിടെയും ചെല്ലില്ലേ? ഇവര് ഇതൊക്കെ ഈ പാപൊക്കെ അവരെ എവിടെ കൊണ്ടുവയ്ക്കും? തീർച്ചയായിട്ടും ഇതിനുള്ള ഫലമൊക്കെ അവർ അനുഭവിക്കും, അത് ഷുവറാണ്. ഒന്നും അറിയാത്തൊരു കുഞ്ഞുകുട്ടീനെ കൊല്ലണ്ടെന്ന് നോക്കി, നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരു കുട്ടീനെ എവിടെയെങ്കിലും ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ നമ്മൾ നോക്കിക്കോ? നമ്മുടെ കുട്ടി ആവണമെന്നുണ്ടോ? ഇല്ല. നമുക്ക് എത്രയോ സീരിയലുകളും സിനിമകളും കണ്ടിട്ട് നമ്മൾ കരയുന്നു, അല്ലെങ്കിൽ ഇമോഷണൽ ആവും. വേറെ എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുടെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അത് മനസ്സ് എന്നൊരു സാധനമുള്ളവർക്ക് അത് കഴിയും. അല്ലാണ്ട് സ്വന്തം കൊച്ചിനെ സ്വന്തം എന്ന് വിചാരിക്കുന്നവർക്ക് മാത്രം പറ്റുമ്പോൾ വേദനിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ പേര് മനസ്സല്ല, പാറയാണ് അവിടെ. ഇപ്പം ഈ ഒരു കുഞ്ഞ് അവരുടെ ചോരയാണ്. അതിന് ഇതുപോലെ അതിക്രൂരമായി ആദ്യമായിട്ട് അടിക്കാൻ ഉപദ്രവിക്കുമ്പോൾ ഇത്രയും പേര് ആ വീട്ടിലുണ്ടായിട്ട് അവർക്ക് പിടിച്ചു മാറ്റി അത് അവിടെ തീരാവുന്ന കാര്യമുള്ളൂ. അല്ല, ഇയാൾക്ക് ആ ഭാര്യനും കുട്ടീനെയും വേണ്ടെങ്കിൽ അവരവരെ ഈ ക്രൂരത സഹിക്കാൻ പറ്റാതെ അവർ അവിടെ പോയി സ്വന്തം വീട്ടിലേക്ക് പോയതാ. പിന്നെയും അവിടെ പോയി ക്രൂരമായി ഇടിക്കി ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത് പിന്നെയും അവിടെ നിന്ന് ഒത്തുതീർപ്പാക്കി പിന്നെയും ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ ഒരു കൊല ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അത് അവിടെ തന്നെ ഉള്ള കഞ്ഞിവെള്ളം കുടിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി ജീവനോടെ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ഞാൻ ഓന് മർദ്ദിച്ച് ഞങ്ങൾ പിന്നെ സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്ത് ആദ്യം പോലീസുകാർ പറഞ്ഞിട്ട് ഞാനവിടെ കൊണ്ടാക്കിയത്. എനിക്ക് കല്യാണം കഴിഞ്ഞല്ല ഓലെല്ലാം നോക്കേണ്ടതുണ്ടാവും, അങ്ങനെ നമ്മൾ കൊണ്ടാക്കിയത്. എന്നിട്ട് ചെന്നാൽ തന്നെ തച്ച് ഇതായി. എന്നിട്ട് ഇവിടെ നമുക്ക് തലവേദന ഉണ്ടാകുന്നത് ഇവിടെ കാട്ടിയാൽ ഹോസ്പിറ്റലിൽ നിന്നാണ് ഒരു കേസ് ഫയൽ ചെയ്താണ് കുട്ടുമാടത്തൊക്കെ വിട്ട്. എന്നിട്ട് അതുപോലെ എന്തിട്ട് ഇതിനെ കൊണ്ടുപോയിങ്ങാണ്ട് ഒപ്പിടിച്ച് പിൻവലിച്ച്. അപ്പോൾ ഞാനൊരു സ്റ്റേഷനിൽ പോയപ്പോൾ ഓള് പറഞ്ഞപ്പോൾ ഓനെ പറ്റി പറഞ്ഞപ്പോൾ ഓലെ ഇത് പിന്നെ ഒളിപ്പിട്ടിക്കണാണ്. അമ്മ എന്തിന് ഞാനറിയാതെ കുട്ടീൻ്റെ അമ്മ ഞാനല്ലേ, കുട്ടീൻ്റെ അടുത്താണല്ലോ ഇവിടെയാണല്ലോ നിൽക്കണത്. അപ്പോൾ ഞാനറിയാതെ എന്തിനും ഒപ്പിട്ട് വെച്ചു. അത് ഒളിപ്പിട്ടിക്കണാണ്. പിന്നെ ഓരൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോകുന്നു, തിരിച്ചു പോകുന്നു. പിന്നെ എന്നിട്ട് ഓടി ഞാൻ കളിയാവുക്ക് ഇറങ്ങേക്കും. ഓളെ കല്യാണം വെച്ച് കളിയാവുക്ക് പറഞ്ഞേക്കും, കളിയാവുന്ന് ഇങ്ങോട്ട് ഇറങ്ങേക്കും. അങ്ങനെ ഇട്ട് കളിപ്പിച്ച്. എന്നിട്ട് കുട്ടീനെ ഒരു ദിവസം ഞാൻ ഒരു പറഞ്ഞിട്ട് കൊണ്ടാക്കി കുട്ടീനെ ഉപദ്രവിച്ചു. അപ്പോൾ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കാട്ടി കൊടുത്തപ്പോൾ ഇവിടെ വെച്ച് കുട്ടീൻ്റെ മേത്ത് എന്താ ചോദിച്ചാൽ ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ നല്ലതാണ്. അതേമാതിരി തന്നെ കളിയാവ് വ്യത്യാസമില്ല. അന്ന് എന്നിട്ട് ഓനെ അടിച്ചൊക്കെ ചെയ്ത് പോലീസുകാരൻ തച്ച്.
എന്നിട്ട് നമ്മളും പ്രതികരിച്ച് ഓർക്ക് അനുകൂലമായിട്ടാണ് സ്റ്റേഷനൊക്കെ നിൽക്കുന്നത്. നമുക്കൊരു പ്രതിഫലം കിട്ടണ്ടേ? അങ്ങനെ ഓളെ എനിക്ക് ചെയ്തില്ല. ഇന്നെ ഞങ്ങൾ വഴക്കുക, ഞങ്ങൾ ചീത്തറി, ഞാനാണ് ഓളോട് പിടിച്ചെടുക്കുന്നത്. അങ്ങനെ പറഞ്ഞാണ്ട് ഞങ്ങൾ പറയും, അല്ലാതെ നമ്മൾ പിടിച്ചെടുക്കില്ല. ഓല് പറഞ്ഞിട്ടാണ് ഈ കുട്ടനെ ഇപ്പോഴും പറഞ്ഞത്. എനിക്കത് ഇപ്പോൾ സ്റ്റേഷനിൽ പറഞ്ഞിട്ട് ഓല് പറഞ്ഞിട്ട് കൂട്ടിന്. അപ്പം ഇപ്പോൾ ഈ മരിച്ച കുട്ടിയുടെ ഉമ്മയുടെ ഉമ്മയാണ് സംസാരിക്കണത്. പോലീസ് സ്റ്റേഷനിൽ പോയി ഇയാള് ഉപദ്രവിക്കണ കുഞ്ഞിനെ പോലും ഉപദ്രവിക്കണ കാര്യങ്ങൾ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പലതവണ അവർ കയറി ഇറങ്ങിയതാണ്. പക്ഷെ പോലീസുകാർ അത് അന്ന് അവരത് സീരിയസ് ആയിട്ട് അത് എടുത്തിരുന്നെങ്കിൽ, ആ സീരിയസ് ആയിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടായിരുന്നു. അവരത് വിളിച്ച് ഈ ഫായസിനെയും ഭാര്യേനെയും വിളിച്ച് ഒത്തുതീർപ്പാക്കി, ഭാര്യേനെ ഉപദ്രവിച്ച് കഴിഞ്ഞ് ഫായസിനെ 2 പൊട്ടിച്ച് പിന്നെ വീണ്ടും ഒത്തുതീർപ്പാക്കി പിന്നെയും പറഞ്ഞു വിട്ടു. ഇത് ഈ കുഞ്ഞിനെ ഉപദ്രവിക്കണേൽ ഇതിനുള്ള കാര്യങ്ങളിൽ ഒരു മാറ്റം പിന്നീടും വന്നിട്ടില്ല. എത്ര തവണ ഒരു പോലീസ് സ്റ്റേഷൻ അങ്ങനെ ചെയ്തു. അന്നത് അത് സീരിയസ് ആയിട്ട് അത് ഒരു ഇഷ്യൂ ആയിട്ട് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ആ കുഞ്ഞ് ജീവനോട് ഉണ്ടായിരുന്നേനെ. ഈ മർദ്ദന കേസുകളിലും അങ്ങനത്തെ കാര്യങ്ങളിലും നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. എത്രത്തോളം നമ്മൾ സഹിച്ചു നിന്നാലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഈ പറയുന്ന മർദ്ദിക്കുന്ന സമയത്ത് കൂടെ എല്ലാവരും ഉണ്ടാവണം എന്നില്ല. ഇതിപ്പോൾ ഇത്രയും ഭർത്താവിൻ്റെ വീട്ടിലുള്ള എല്ലാവരും കൂടെ ഉണ്ടായിട്ടും ഒരാൾ പോലും അത് ഒന്നും നിന്നില്ല. അല്ല, അത് ചെയ്തിരുന്നെങ്കിലും ആ കുഞ്ഞ് രക്ഷപ്പെട്ടനെ. രണ്ടാമത് ഇതേ ഉപദ്രവിക്കുന്ന ആളുടെ അടുത്തേക്ക് കൊണ്ട് ചെല്ലാനായിട്ട് ആരും സമ്മതിക്കാൻ പാടില്ലായിരുന്നു. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒത്തുതീർപ്പിലാണ് അവരെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ വീണ്ടും ഈ ക്രൂരപീഡനം തന്നെ ഈ കുഞ്ഞിനെ പോലും വെറുതെ വിടാത്ത രീതിയിൽ ഈ പോലീസുകാർ ഒരു FIR പോലും ഫാസിലിനെതിരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അല്ല, ഇവരെ കയ്യിൽ നിന്ന് പൈസ ഒന്നും പ്രത്യേകിച്ച് കിട്ടാനില്ലല്ലോ. കാശുകാരാണെങ്കിൽ ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് സെറ്റാക്കിയ പോലീസുകാർക്ക് വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് അത് കേസെടുത്ത് അതിൻ്റെ പുറകെയൊക്കെ നടന്നതന്നെ. ഇതിപ്പോൾ പാവങ്ങളല്ലേ, അപ്പോൾ അത് കാരണമായിരിക്കും അവരങ്ങനെ യോജിപ്പിച്ച് വിട്ടു. ഇപ്പം എന്തായി? ആ കുഞ്ഞ് ലോകത്തില്ലാണ്ടായി. പോലീസുകാർക്ക് വില കുഴപ്പമുണ്ടാവും. പോലീസുകാരെ കുട്ടികൾ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. ഇപ്പം ഇത്രയും ഈ പൊറുതി പൊട്ടിയിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയതാ. അവിടുന്ന് പിന്നെയും ഇയാൾക്ക് ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇയാൾ ഇതിന് വന്നത്? അപ്പം എന്തായാലും നമുക്ക് ബാക്കി കൂടി കേൾക്കാം. എന്റെ കൂട്ടിനോട് കൊന്നതാ. ഞാൻ സ്റ്റേഷനിക്ക് ഇന്നലെ വിളിച്ച് മരിച്ചിക്കണാന്ന് വിളിച്ച ഭാവൻ ഇങ്ങനെ കൊല്ലിക്കൊ ഞാൻ എന്റെ കുട്ടിനെ കൊല്ലിക്കൊടുങ്ങൂർ എന്റെ കുട്ടി കൊന്ന് ഇഞ്ചി ഓനോട് പറഞ്ഞതാണ്. ഞങ്ങളോട് കൊല്ലു പറഞ്ഞു. ഇഞ്ചി വാക്ക് പാലിച്ച എന്റെ കുടുംബം വാക്ക് പാലിച്ച് എന്താ ഇനി ഇമ്മാനെയൊക്കെ ഇവിടെ കർത്തൂരാന്നൊക്കെ പറഞ്ഞിരിക്കണു. കൊല്ലും പറഞ്ഞിരിക്കണു ഹസ്ബൻഡ്. ഞാൻ ഇവിടെ ഇട്ടാണ്ട് ഉന്തി അടിച്ച് ഓന്റെ പെരിയിലിട്ട് അടിച്ച് ഓന് വരുമ്പോ കച്ചറ ഉണ്ടാക്കിട്ട് ഇവിടുന്ന് പോകുള്ളൂ. ഓന് ചെലവിന് കൊടുക്കാൻ പറഞ്ഞിട്ട് കുട്ടികൾക്ക് ചെലവിന് കൊടുക്കാൻ കേസിന്റെ പോലീസുകാര് ചെലവിന് കൊടുക്കാൻ പറയുന്നോട് ഓൻ തരൂലല്ല. ഞാൻ നാട്ടുകാരും വീട്ടുകാരും പിന്നെ ഞാൻ ഇവിടെ ഒക്കെ പഴയതെന്തായാലും ഒക്കെ പൊറുക്കിക്കൊണ്ടായിരുന്നു കുട്ടികളെ പോയിട്ടാണ് ഞാന്. ഇവിടെ എല്ലാവർക്കും അറിഞ്ഞ ജീവിതം എന്താണെന്നുള്ളത് ഓര് പറഞ്ഞിട്ടാണ് ഞാൻ കുട്ടുമാൻ പറഞ്ഞ കുട്ടികളവിടെ കൊണ്ടിട്ട് കൊടുത്തുകൊണ്ട് ഈ കൊന്നിന്റെ കുട്ടിപ്പോ മോതല് പോയത് മാണിക്കക്കാള് പോയത് നീതി കിട്ടണം, കൊലക്കാറ് കൊടുക്കണം. അത്രയും ഇമോഷണൽ ആയിട്ടാണ് ആ ഉമ്മ സംസാരിക്കുന്നത്. പൊന്നുപോലെ വളർത്തിയ മോളും ആ കുഞ്ഞു വാവയും ആ കുഞ്ഞിൻ്റെ ശരീരം മുഴുവൻ മുറിപ്പാടുകളാണ്, ഇയാൾ ഉപദ്രവിച്ചിട്ടുള്ള മുറിപ്പാടുകൾ. അപ്പോൾ അത്രയും നെഞ്ചു പൊട്ടിയിട്ടാണ് ആ ഉമ്മ കരഞ്ഞുകൊണ്ട് അത് പറയണത്. നമുക്കത് റിലേറ്റബിളാണ്. നമുക്കത് കാരണം ഭയങ്കര ഇമോഷണലായിട്ട് നമ്മളിരിക്കുന്നത്. ഈ പോലീസ് സ്റ്റേഷനിൽ ഈ കേസ് ഈ കുഞ്ഞിൻ്റെ ഉമ്മേനെ കൊണ്ട് പിൻവലിപ്പിച്ചിട്ട് സൈൻ ചെയ്യിപ്പിച്ച് തിരിച്ചു വിട്ടത് അത് ഈ വല്യമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. വല്യമ്മ അത് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ അതിനെപ്പറ്റി ചോദിക്കാൻ ചെന്നപ്പോൾ അപമാനിച്ച് വിടുകയാണ് വല്യമ്മേനെ ഉണ്ടായത്. ആ കേസ് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് FIR എഴുതി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. ഡൊമസ്റ്റിക് വയലൻസ് ആണ് ഇത് കാര്യം കേസ്. അതായത് കുഞ്ഞിനെയും ഭാര്യയും ശാരീരികമായി പീഡിപ്പിക്കലാണ്. അതും പിന്നെ ചെലവിനും കൊടുക്കുന്നില്ല. അപ്പം അത് ആ ചെലവിന് ചോദിച്ചിട്ടാണ് അവർ കേസ് കൊടുക്കുന്നത്. അത് ന്യായമായ അവരുടെ ഒരു കാര്യമാണ്. അതിന് വേണ്ട കാര്യങ്ങളൊന്നും പോലീസുകാർ ചെയ്യാതെ പിന്നെയും അവരെ ഒത്തുതീർപ്പാക്കി പിന്നെയും പറഞ്ഞു വിടുകയാണ് ചെയ്തത്. മരണത്തിലേക്കാണ് കുഞ്ഞിനെ തള്ളി വിട്ടത് ഇപ്പോൾ പോലീസുകാരെല്ലാവരും. എന്താ പറയുക, ഭയങ്കര വിഷമം തോന്നി നമുക്ക്. എല്ലാം തകർന്ന് വിഷമിച്ച് നിൽക്കുന്ന കുഞ്ഞിൻ്റെ ഉമ്മയും പൊന്നു പോലെ നോക്കി വളർത്തിയ ഈ ഉമ്മയും ഒക്കെ തകർന്ന് നിൽക്കുന്നത് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. ഇനിയും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. കുഞ്ഞിൻ്റെ കഴുത്തിൽ സ്വന്തം അച്ഛൻ മഴ വെച്ച് കൊന്ന കേസ് നമ്മൾ കേട്ടിട്ടുണ്ട്.
അങ്ങനെ ഒരുപാട് ഈ നിയമം എന്ന് ശക്തമാകുന്നു അന്ന് തന്നെയാണ് നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളും കുറയാൻ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ ഇനിയും ഇതിന്ന് ഈ ഒരു ഫാത്തിമയ്ക്ക് ഉണ്ടായ അനുഭവമാണെങ്കിൽ നാളെ വേറൊരു വീട്ടിൽ ഒരു സാധാരണക്കാരായി എന്ന് പോയതിൻ്റെ പേരിൽ കേസ് എടുക്കാതിരിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും. ഇതിപ്പോൾ കുറച്ച് കാശുള്ള ഫാമിലിയിലുള്ള ഒരു ടീമാണെങ്കിൽ ഈ കേസ് FIR എഴുതി ഈ കേസ് കൊടുത്തു കഴിഞ്ഞ് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് FIR എഴുതി അതിന് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്തിരുന്നേനെ അല്ലേ. അല്ലാതെ ഇപ്പോൾ സാധാരണക്കാരാണ് ഇവരിന്നൊന്നും കിട്ടാലെന്ന് വെച്ച് ഇവർ പറഞ്ഞ് തിരിച്ച് വിട്ടത്. ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ ജീവൻ പോയില്ലേ, എന്തിനാണ് പറഞ്ഞ് തിരിച്ച് ഒത്തുതീർപ്പാക്കി പറഞ്ഞു വിട്ടത്? ആ ഒത്തുതീർപ്പാക്കിയിട്ടും ചെലവിന് കൊടുക്കുന്നുണ്ടായിരുന്നില്ല, അവരെ ജീവനെങ്കിലും ബാക്കിയിരുന്നേനില്ലേ. നമ്മുടെ നാട്ടിലൊരു പ്രശ്നമുണ്ട്, മറ്റുള്ളവരെന്ത് വിചാരിക്കും, ബന്ധുക്കൾ എന്ത് വിചാരിക്കും, കൂട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് കരുതി പല പീഡനങ്ങളും മാനസികമായും ശാരീരികമായുള്ള പലതും കുഞ്ഞു കുട്ടികളടക്കം പെണ്ണുങ്ങളൊക്കെ അനുഭവിച്ച് മിണ്ടാതെ സഹിച്ച് വിഷമിച്ചിരിക്കും പലരും. കാരണം അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞ് ഇതുപോലെ ഒത്തുതീർപ്പാക്കി കുട്ടികൾക്ക് വേണ്ടി എല്ലാം ക്ഷമിക്കുക അല്ലെങ്കിൽ അതൊക്കെ ശരിയാവും എന്നൊക്കെ പറഞ്ഞ് തള്ളിന്തി വിടാനും പറഞ്ഞു കൊടുക്കാനായിരിക്കും ആൾക്കാരുണ്ടാവുക ചുറ്റും. അതല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള മോശം നാണക്കേടും വിചാരിച്ച് ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് പോകും. എപ്പോൾ വരെ ഒരു ആത്മഹത്യയോ അല്ലെങ്കിൽ ഒരു കൊലപാതകമോ ആ കുടുംബത്തിൽ ഉണ്ടാവും വരെയും ഇതിങ്ങനെ നീണ്ടുകൊണ്ടിരിക്കും. ഒരിക്കലും ഇന്നത്തെ നിങ്ങളുള്ള പെൺമക്കളോട് അങ്ങനെ പറഞ്ഞു കൊടുക്കരുത്. എന്ത് വിഷമമുണ്ടെങ്കിലും നമുക്ക് തിരിച്ചു വരാം, ഇവിടെ നമ്മുടെ വീട്ടിലേക്കുള്ള കഞ്ഞി കുടിച്ച് ജീവിക്കാം എന്നാണുള്ള ധൈര്യമാണ് കൊടുക്കേണ്ടത്. അല്ലാണ്ട് സഹിച്ച് പിടിച്ച് നിന്ന് ജീവിക്കേണ്ട ഒരാവശ്യം ആർക്കും ഇന്നത്തെ കാലത്തില്ല. കാരണം ജീവിതത്തെക്കാൾ വലിയ സംഭവമാണ് ജീവൻ. ജീവൻ ഉണ്ടെങ്കിലാണ് ജീവിതം ഉണ്ടാവും. അപ്പം ജീവന് ഭീഷണിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടാവും. എത്രയോ പേര് ഈ പെൺകുട്ടി തന്നെ എത്ര പിന്നെയും രണ്ടാമത് പോയില്ല. ആ ചെല്ലുമ്പോഴും പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഒത്തുതീർപ്പും അവരുടെ വാക്കും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചാൽ പോയത്. എന്നിട്ടും ചെലവിന് കൊടുത്തിരുന്നില്ല, എന്നിട്ടും ഉപദ്രവം നിർത്തിയിട്ടില്ല. കുഞ്ഞിനോടും ഭാര്യയോടും മാത്രമല്ല ഭാര്യയുടെ അമ്മേനെ ഉപദ്രവിച്ചിരുന്നു. പാട്ട പറക്കിയും മറ്റേ എന്താ പറയുക കൂലിപ്പണിക്ക് എടുത്തിട്ടാണ് കഷ്ടപ്പെട്ടാണ് ഇവരുടെ മക്കളെയൊക്കെ വളർത്തി. ആ കുഞ്ഞിൻ്റെ മേത്ത് ഒരു പോറൽ പോലും ഇല്ലാതല്ലേ ആ കുഞ്ഞിനെ ഈ ഉമ്മയൊക്കെ അതിൻ്റെ ഉമ്മയും കൂടി വളർത്തിയിരുന്നു. ജീവിതത്തിൽ ഭർത്താവിൻ്റെ സൈഡിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടുകാരുടെ സൈഡിൽ നിന്നും ഒന്നും ഒരു സന്തോഷം സ്നേഹവും സപ്പോർട്ടോ ഒന്നും ഇല്ലാഞ്ഞിട്ടും അവരുടെ ഒരു സന്തോഷം ഈ കുഞ്ഞിൻ്റെ മുഖമായിരുന്നു. ഇപ്പം ആ കുഞ്ഞും കൂടി ഇല്ലാതായി. അപ്പോൾ ആ സ്ത്രീയുടെയും ആ സ്ത്രീയുടെ ഉമ്മയുടെയും ഒക്കെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നാളെ ഇത് നിങ്ങളുടെ വീട്ടിലും സംഭവിക്കാം നിസ്സാരമായിട്ട്. എപ്പോൾ ആർക്കും നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു ജീവിതമാണ് നമ്മുടെ എല്ലാവരുടെ കയ്യിലുള്ളത്. ഇതെവിടെയോ കേട്ടൊരു കഥയായിട്ട് ആരും വിചാരിക്കണ്ട, നാളെ നിങ്ങളുടെ വീട്ടിലും ഇത് സംഭവിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പം അതുകൊണ്ട് ഓരോരുത്തരാണ് തീരുമാനിക്കേണ്ടത് അവരെങ്ങനെയാവണം, എങ്ങനെ ആവണ്ടെന്നൊക്കെ. എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. നിയമം എന്ന് പറയുന്നത് സ്ട്രോങ് ആവേണ്ട സമയം കഴിഞ്ഞു. ഒരുപാട് സ്ത്രീകളും കുട്ടികളും ഇതുപോലെ ചത്തൊടുങ്ങി മണ്ണിൻ്റെ അടിയിൽ ചീഞ്ഞ് നാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള കള്ളന്മാരായിട്ടുള്ള ഭർത്താവിൻ്റെ വീട്ടുകാരും ഇത്തരത്തിലുള്ള ഉപദ്രവങ്ങൾ ചെയ്യുന്നവരൊക്കെ നല്ല സന്തോഷമായിട്ട് ജീവിച്ചു വാഴുന്നവരുണ്ട്. എന്നാൽ ഒരുപാട് പേരെ നിയമത്തിൻ്റെ മുമ്പിൽ പോരാടിക്കൊണ്ട് നിർത്തി നിയമത്തിന് നീതി മേടിച്ച് കൊടുത്ത വീട്ടുകാരും ഉണ്ട്. അപ്പം ഇതുപോലെയുള്ള എന്നവരെയൊക്കെ വിളിക്കേണ്ടതെന്ന് നമുക്കറിയില്ല. ഈ കുഞ്ഞിൻ്റെ അപ്പനാണെന്ന് പറയുന്ന ഇയാളൊക്കെ എന്ത് പേരാണ് വിളിക്കേണ്ടത്? കെട്ടി പെണ്ണിന് ചെലവിന് കൊടുക്കാതെ കുഞ്ഞിന് ചെലവിന് കൊടുക്കാതെ ഈ എന്താ പറയുക ഉപ്പയുടെയും ഉമ്മയുടെയും പെങ്ങളുടെയും അവരുടെ അളിയൻ്റെയൊക്കെ മുമ്പിൽ വെച്ച് തന്നെ ഈ സ്വന്തം ഭാര്യേനെയും കുഞ്ഞിനെയൊക്കെ അതിക്രൂരമായി മർദ്ദിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇവരൊക്കെ എന്ത് പേരിട്ട് എന്ത് ഡെഫിനിഷൻ ഇവർക്ക് കൊടുക്കണമെന്ന് പോലും നമുക്കറിയില്ല. എന്തായാലും ഭയങ്കര സങ്കടമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ. ഈ ഉമ്മാൻ്റെ കണ്ണീരിനും ഈ പറയുന്ന കുഞ്ഞു മരിച്ച ഈ കുഞ്ഞിൻ്റെ ഉമ്മയ്ക്കും ഒരു എന്താ പറയുക നീതി കിട്ടണം. പോലീസുകാർ നിങ്ങളാണ് അവരെ ഇതിലേക്ക് ഒത്തുതീർപ്പാക്കി ഒരു FIR പോലും എടുക്കാതെ തിരിച്ച് പറഞ്ഞു വിട്ടത്. അയാളെ അന്ന് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ, അയാളെയും അയാളുടെ വീട്ടുകാരെയും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ആ കുഞ്ഞ് അവിടെ ജീവനോടെ ഉണ്ടായേനെ. അവർ ഒരു പക്ഷേ സന്തോഷമായി ജീവിക്കാൻ കഴിഞ്ഞേനെ. അപ്പോൾ ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറക്കുക. ഈ നീതി ന്യായം ചെയ്യുന്നവരെല്ലാവരും. ഈ മരിച്ച കുഞ്ഞിനും ഒന്നും അറിയാത്തൊരു പിഞ്ചു കുഞ്ഞാണ് അത്. ജീവിതം എന്താന്ന് കാല് ഭൂമിയിൽ ഉറപ്പിച്ച് നടന്നു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഈ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടൊരു ഉമ്മയാണ് നെഞ്ചുപൊട്ടിയാ നിന്ന് കരയുന്നത്. എല്ലാം തകർന്ന് നിൽക്കുന്ന തൻ്റെ ഭർത്താവ്, തൻ്റെ ജീവിതം, തൻ്റെ കുഞ്ഞ് ഉള്ളത് കൊണ്ടായിരിക്കും ഇത്രയും കാലം ആ കുഞ്ഞിൻ്റെ ഉമ്മ എല്ലാ പീഡനവും സഹിച്ച് നിന്നിരുന്നത്. അതും എല്ലാം ഇപ്പം ഇല്ലാതായി തകർന്ന് നിൽക്കുകയാണ് അവർ. അപ്പോൾ ദയവ് ചെയ്ത് ഈ പറയുന്ന ആ ദുഷ്ടനെ
എത്രയും പെട്ടെന്ന് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വേണ്ട ശിക്ഷ, തക്കതായ ശിക്ഷ തന്നെ വേടി കൊടുക്കുക. ആ കുഞ്ഞിന്റെ ജീവനാണ് പോയിക്കുന്നതെങ്കിൽ അതിനോട് അതുപോലെ തന്നെ കുഞ്ഞിനെ അത്രത്തോളം ഉപദ്രവിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ അയാൾക്കും അതിൻ്റെതായ രീതിയിലുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കുക. ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലാതാവാതിരിക്കട്ടെ, ഉണ്ടാവാതിരിക്കട്ടെ നമ്മുടെ നാടുകളിൽ. എന്താ പറയുക, ഇത് ഇനി ഈ ന്യായം നീതിയൊന്നും ഇതിൽ ശരിയായ രീതിയിൽ പോയില്ലെങ്കിൽ ആളുകൾ അത് ഏറ്റെടുക്കും. ഇതിപ്പോൾ ഞാനൊക്കെ അമ്മ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ ചിലപ്പോൾ വെട്ടിക്കൊല്ലാനാണെങ്കിൽ ഞാൻ ശ്രമിക്കുക. കാരണം ഒരിക്കൽ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന ഈ കുഞ്ഞിനെ ഇത്രയും ഉപദ്രവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക, അത് എത്രയോ അവർ ലാസ്റ്റ് ഇയാളുടെ ഇതിൽ നിന്ന് മാറിപ്പോയി നിന്നിട്ട് പിന്നെയും ഇയാൾ തിരിച്ചു പോകുന്നത് എന്തിനാണ് ഇങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ടും. ഇതൊക്കെ കുതികളായി നോക്കി നിൽക്കാൻ ഭർത്താവിൻ്റെ വീട്ടുകാർ. അപ്പോൾ അടുത്ത നല്ലൊരു ടോക്കായിട്ട് വീണ്ടും കാണാം. താടിയും പൊട്ടും ടോക്സ്. Bye-bye.